തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ 3 വർഷം മുമ്പ് BJP തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോൾ എവിടെയാണ് ഉള്ളത്? ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഒരുപാട് പൈസ പിരിച്ചോ? ഉണ്ടെങ്കിൽ ആ പൈസ ഇപ്പോൾ എവിടെയാണുള്ളത്? BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യറും ഇതേ ചോദ്യങ്ങളാണ് ഉന്നയിച്ചു വരുന്നത്. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് അദ്ദേഹം ചേക്കേറി എന്ന് കരുതി അദ്ദേഹം പറയുന്നതെല്ലാം വാസ്തവ വിരുദ്ധമാകണമെന്നുമില്ല. സന്ദീപിൻ്റെ പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. എന്താണ് ചേട്ടൻ്റെ ഇതിലുള്ള അഭിപ്രായം? ഇതിലെന്തൊക്കെ വാസ്തവങ്ങളുണ്ട്? എൻ്റെ വാസ്തവങ്ങൾ അറിയണമെങ്കിൽ BJPക്കാരോട് നേരിട്ട് തന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഈ തിരൂരിൽ തുഞ്ചത്താചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കണം എന്ന ആവശ്യം അതൊരു രാഷ്ട്രീയ കളിയായി മാറി കേരളത്തിൽ. അതാണ് എനിക്ക് ആദ്യമായിട്ട് അതിൽ പറയാനുള്ളത്. അവിടെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനമാണ് തുഞ്ചത്താചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അന്ന് അറിയാമല്ലോ, അതിൻ്റെ ആ തുഞ്ചത്ത് തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ പറമ്പിൻ്റെ ചുമതല, അതിൻ്റെ ഔദ്യോഗിക ചുമതല ഉണ്ടായിരുന്നത് MT വാസുദേവൻ നായർക്കാണ്. ഈയിടെ അന്തരിച്ച നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർക്കായിരുന്നു അന്ന് ചുമതല. പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. അതിന് പല ന്യായീകരണങ്ങളും ഉണ്ട്. അത് മലപ്പുറത്ത് അങ്ങനൊരു പ്രതിമ വേണ്ട എന്നൊരു പക്ഷം, പ്രതിമ വയ്ക്കും എന്ന് മറ്റൊരു പക്ഷം, ഇതൊന്നുമല്ല സത്യം, വേറെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് നീണ്ടുപോകുന്നതാണ് എന്നൊരു ന്യായീകരണം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കേരളം കേട്ടു. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ എന്തായാലും അതൊരു രാഷ്ട്രീയ പ്രശ്നമായി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കളിയിലെ ഒരു രാഷ്ട്രീയ ചതുരംഗത്തിലെ ഒരു കരുവായി തുഞ്ചൻ പറമ്പ് മാറി എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാർ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഇതെടുത്ത് ഉപയോഗിച്ചു. ചിലർ തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ ഉപയോഗിച്ചപ്പോൾ മറ്റു ചിലർ തങ്ങൾക്ക് പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടി അതിനെ ഉപയോഗിച്ചു. ഇതൊക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ ഈ വിഷയം സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചതാണ് വീണ്ടും ചർച്ചയാകാൻ കാരണം. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഞാൻ കാര്യമാത്ര പ്രസക്തമായിട്ടൊന്ന് പറയാം. സന്ദീപ് വാര്യർ പറയുന്നത്, തിരൂരിലെ തുഞ്ചൻ പ്രതിമ BJPയുടെ കേരള ഘടകം വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരായുധമാണ്. മറ്റൊന്നും ഏറ്റില്ലെങ്കിൽ ഇതെങ്ങനെയുണ്ട് എന്ന് മാന്നാർ മത്തായിയിൽ ഇന്നസെൻ്റ് ചോദിക്കുന്നത് പോലെ തുഞ്ചൻ പ്രതിമ എടുത്തണിയും. പക്ഷേ വാസ്തവവിരുദ്ധമായ നുണപ്രചാരണമാണ് തുഞ്ചൻ പ്രതിമയുമായി ബന്ധപ്പെട്ട് BJP നടത്തുന്നത്. ഇത് സംബന്ധിച്ച വിശദീകരണം പല ഘട്ടങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാധ്യമ സ്ഥാപനവും MT വാസുദേവൻ നായരും ഒക്കെ നൽകിയതാണ്. ആ വിശദീകരണം എന്തായിരുന്നു പ്രേക്ഷകരുടെ ഒരു അറിവിലേക്കായിട്ട്? അല്ല, അത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. നമുക്കിപ്പോൾ അത് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ചില ഈ എന്താ പറയണ്ടേ, ഇതുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഇതൊക്കെ ഒരു ട്രസ്റ്റും കാര്യങ്ങളും ഒക്കെയാണല്ലോ ഇതൊക്കെ നടത്തുന്നത്. അതിനകത്ത് വന്നിരിക്കുന്ന ചില വിഷയങ്ങളും ഒക്കെയാണ് അതിന് തടസ്സം നിൽക്കുന്നത്. അതിൽ മേമ്പൊടിക്ക് ഇച്ചിരി വർഗീയതയും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. എങ്കിലും ചില ആൾക്കാർക്ക് പ്രതിമ വെക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നു മലപ്പുറത്തിന് അങ്ങനെ ഒരു പ്രതിമാ വിദ്വേഷമില്ല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. 3 വർഷം, എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, 3 വർഷം മുമ്പ് തിരൂരിൽ പ്രതിമ സ്ഥാപിക്കുമെന്ന് BJP പറഞ്ഞിരുന്നു. തുഞ്ചത്താചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് മെട്രോമാൻ ശ്രീധരനെ മുമ്പിൽ നിർത്തിയാണ് അത് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ മത്സരിക്കുന്ന കൃഷ്ണകുമാറിനെ കൺവീനറാക്കി 1001 അംഗ പ്രതിമ നിർമ്മാണ കമ്മിറ്റിയും ഉണ്ടാക്കി. തുഞ്ചത്താചാര്യൻ്റെ പ്രതിമയുടെ പേരിൽ കോടികൾ പിരിച്ചു പുട്ടടിച്ചതല്ലാതെ BJP എന്താണ് ചെയ്തിട്ടുള്ളത്? അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. ബാക്കി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. മെട്രോമാൻ ശ്രീധരനെ മുന്നിൽ നിർത്തിയാണ് അവർ ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഒന്നും നടന്നില്ല അവിടെ എന്നോ സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം വളരെ ശരിയാണ്. ഇത് കോടികൾ പിരിച്ചു എന്നൊക്കെ പറയുന്നതിന് തെളിവൊന്നുമില്ല. അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് മാത്രമേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ സന്ദീപ് പുറത്തുവിടണം. ഇനി ഈ 1001 അംഗ കമ്മിറ്റി
പ്രതിമ നിർമ്മാണ കമ്മിറ്റി കാര്യമായിട്ട് യോഗമൊന്നും ചേർന്നിട്ടില്ല. അതിൻ്റെ പേരിൽ വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. അത് അങ്ങനെ പ്രഖ്യാപിച്ച് പിരിഞ്ഞതല്ലാതെ BJP നേതാക്കളാരും ആ കാര്യത്തിൽ വലിയ ഒരു ഗൗരവം കൊടുത്തില്ല. പിന്നെ അദ്ദേഹം ആക്ഷേപിച്ച് ചോദിക്കുന്നുണ്ട്, അന്നത് പ്രഖ്യാപിച്ചിട്ട് പോയ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പിന്നീട് എപ്പോഴെങ്കിലും തിരൂര് കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് സന്ദീപ് ചോദിക്കുന്നത്. തിരൂര് വഴിയൊക്കെ അദ്ദേഹം യാത്ര ചെയ്ത് പോയിട്ടുണ്ടാവും. ഈ വിഷയം വലിയ ഗൗരവത്തിൽ പിന്നെ BJPയും അതിനെ സമീപിച്ചില്ല എന്നുള്ള സന്ദീപിൻ്റെ ആ ആരോപണം അല്ലെങ്കിൽ സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ്, അതിനോട് യോജിക്കുന്നു. പക്ഷെ മറ്റു പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയില്ല. കോടികൾ പിരിച്ചു എന്നൊക്കെ പറയുന്നതിന് തെളിവ് വേണം. അതായത് സന്ദീപിനൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും BJPയിൽ നിന്ന് പുറത്തുപോയ ഒരാളിന് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാം. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ, പാർട്ടികൾ തമ്മിലും ഒക്കെ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും. പിന്നെ അദ്ദേഹം അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്, മലപ്പുറത്തെ പാകിസ്ഥാൻ എന്നാണ് ഇന്നലെ ഒരു BJP വക്താവ് TV ചർച്ചയിൽ വിശേഷിപ്പിച്ചത്. മലപ്പുറം ഇന്ത്യയാണ്, ഇന്ത്യക്ക് മാതൃകയാണ് മലപ്പുറം എന്ന് മലപ്പുറത്തെ പെരിന്തൽമണ്ണയിൽ ജനിച്ചു വളർന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാണ് സന്ദീപ് വാര്യർ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. ഈ കൊണ്ടും കൊടുത്തും മുന്നേറുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് സ്വാഭാവികമാണ് അഴിമതി ആരോപണങ്ങളും കാര്യങ്ങളും വരും. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ഇതിൽ അഴിമതി നടത്തി എന്നൊക്കെ പറയണമെങ്കിൽ അതിന് തെളിവ് വേണം. നമ്മൾ സന്ദീപിന് പറയാം, സുരേന്ദ്രന് തിരിച്ചും പറയാം, അല്ലെങ്കിൽ കൃഷ്ണകുമാറിന് പറയാം. പക്ഷേ ഈ തുഞ്ചൻ പറമ്പിൻ്റെ ആ ട്രസ്റ്റിൻ്റെ ഭാരവാഹിയായിരിക്കുന്ന ഒരാളിനോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായ നമുക്കോ തെളിവുകളൊന്നുമില്ലാതെ നമുക്കങ്ങനെ ആക്ഷേപം ഉന്നയിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ നമുക്ക് മറ്റു പല അഴിമതി കാര്യങ്ങളിലും അഴിമതി കേസുകളിലും തെളിവുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇത് ഇങ്ങനൊരു കുഴപ്പമുണ്ട് ഇതിനകത്ത്, ഇതിനെന്താ ഉത്തരം. അപ്പം ബന്ധപ്പെട്ടവർ അതിന് ഉത്തരം തന്നില്ലെങ്കിൽ അത് കൃത്യമായിട്ടും അഴിമതിയുടെ പട്ടികയിൽ തന്നെ അതിനെ പെടുത്തണം. പക്ഷെ ഇവിടെ സന്ദീപ് ഉന്നയിക്കുന്നത് രാഷ്ട്രീയമാണ്. അല്ലെ, സന്ദീപ് ഇവിടെ ഉന്നയിക്കുന്നത് ഈ പ്രതിമ അവിടെ സ്ഥാപിക്കാം എന്ന് 3 വർഷം മുമ്പ് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും സ്ഥാപിച്ചില്ല, അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഉത്തരം പറയേണ്ടത് BJP നേതാക്കളാണ്. സന്ദീപിന്റെ ചോദ്യം വളരെ കൃത്യമാണ്. BJP നേതാക്കൾ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. അങ്ങനെ സ്ഥാപിക്കാത്ത BJP ഇതിന് യഥാർത്ഥത്തിൽ അവർക്ക് ഇതിനോടൊരു ആത്മാർത്ഥമായ ഒരു പ്രതിമ സ്ഥാപിക്കണം, തുഞ്ചത്ത് എഴുത്തച്ഛനോടൊരു നിഷ്കളങ്കമായ സ്നേഹമൊന്നുമില്ല, ഇതിനെ കൃത്യമായിട്ട് ഒരു വർഗീയ അജണ്ടയായി ഉപയോഗിക്കുക എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് BJP. അത് ഇന്നിപ്പോൾ രാഷ്ട്രീയവും വർഗീയവും തമ്മിലൊന്നും വേർതിരിച്ചറിയാൻ വയ്യാത്ത വണ്ണം ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ്. പ്രതിമ സ്ഥാപിക്കേണ്ട എന്ന് പറയുന്നവർക്കും അതിനകത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ട്, സ്ഥാപിക്കണമെന്ന് പറയുന്നവർക്കും അതിന് വിരുദ്ധമായൊരു രാഷ്ട്രീയമുണ്ട്. ഇതിനകത്ത് കൃത്യമായി വർഗീയ നിറം അതിനകത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് BJPയുടെ കാര്യക്ഷമത ഇല്ലായ്മ ഇതിനകത്തൊരു വിഷയമാണ്. സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നതിലൊരു പ്രസക്തി അതിനുണ്ട്. അവർ 3 വർഷമായിട്ട് എവിടെ പോയി? ഇനി നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് നടക്കുന്ന കാര്യം പറയണ്ടേ? തുഞ്ചൻ പറമ്പിൽ അതൊരു സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു ട്രസ്റ്റാണ്. അതിനകത്ത് ഒരു പ്രതിമ സ്ഥാപിക്കുമെന്ന് BJPക്ക് എങ്ങനെ പറയാൻ കഴിയും? അത് അവരനുവദിച്ചാലല്ലേ അതിനകത്ത് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യം നടത്തും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, സന്ദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ വേണ്ട, നിങ്ങൾ വേറെ സ്വന്തമായിട്ടൊരു കുറച്ച് സ്ഥലം വാങ്ങിച്ച് അതിന് സമീപത്ത് എവിടെയെങ്കിലും തുഞ്ചത്താചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കുക, അങ്ങനെ ചെയ്ത് മാതൃക കാണിക്കാമല്ലോ. അത് BJP ചെയ്തിട്ടില്ല എന്നുള്ളത് സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും K. സുരേന്ദ്രൻ അല്ലെങ്കിൽ BJP വക്താക്കൾ അതിന് മറുപടി പറയേണ്ടതുമാണ്. അവരതിന് മറുപടി പറയുമായിരിക്കും. ബാക്കിയുള്ള ആരോപണങ്ങളൊക്കെ അഴിമതിയും മറ്റുമൊക്കെ ആരോപിക്കുന്നത് അത് പൈസ വിരിച്ചു. ഇത് നമുക്കറിയാമല്ലോ, ഒരു തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കുന്നതിന് പൈസ യഥാർത്ഥത്തിൽ അങ്ങനെ പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും നാളായിട്ട് അവരെ തീർച്ചയായിട്ടും അതിന്റെ കണക്കൊക്കെ BJP പുറത്തുവിടേണ്ടതാണ്. അത് ആ ആരോപണത്തിന് ഒരു മറുപടി പറയണം. അത് സന്ദീപിന്റെ ആരോപണമാണ്, നമ്മുടെ ആവശ്യമല്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഒരു പ്രതിമയുടെ പേരിലൊക്കെ എത്ര രൂപ പിരിക്കാനാണ്? ഈ പറയുമ്പോൾ ഉന്നയിക്കുമ്പോൾ ആരോപണങ്ങൾ യുക്തിസഹമായ ആരോപണങ്ങൾ കൂടി ആയിരിക്കണം എന്നൊരു കാര്യമുണ്ട്. അത് ഇവിടെ സന്ദീപാണെങ്കിലും സന്ദീപിൻ്റെ എതിരാളികളാണെങ്കിലും BJPക്കാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും
ഉന്നയിക്കുമ്പോൾ, ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് യുക്തിസഹമായ ചില കാര്യങ്ങൾ വേണം. ഈ കോടികൾ പിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നമ്മുടെ വർഗീയ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്തുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിം വിശ്വാസികൾക്ക് പ്രതിമ ആരാധന തെറ്റാണ്, അവരുടെ വിശ്വാസപ്രകാരം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രതിമ സ്ഥാപിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ വാസ്തവമാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു വിഭാഗം ആൾക്കാർ പ്രതിമ സ്ഥാപിക്കുന്നതിനെ എതിർത്ത് നിലകൊള്ളുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അത് ഈ ട്രസ്റ്റിൻ്റെ ഔദ്യോഗികമായ ഭാഷ്യമൊന്നുമല്ല കേട്ടോ. അവരൊന്നും അങ്ങനത്തെ ഒരു നിലപാട് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. MT വാസുദേവൻ നായർക്ക് പോലും, ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയെങ്കിലും ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനും അവിടെ പ്രതിമ സ്ഥാപിക്കുന്ന കാര്യത്തിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്ന് തടസ്സം വന്നു, അത് സാധിച്ചില്ല എന്നുള്ളത്. നമുക്കിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം ഒരു പരിമിതമാണ്. ഇവിടെ നമ്മൾ ഈ പോസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതൊരു സത്യമാണ്. അവിടെ പ്രതിമ സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരുണ്ട്. അത് മലപ്പുറത്തിൻ്റെ മാത്രമല്ല, പൊതുവേ പ്രതിമയോട് വിരോധമുള്ള ഒരു ചെറിയ വിഭാഗം ആൾക്കാരുണ്ട്. എന്ന് വെച്ച് എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഈ പ്രതിമയെ അനുകൂലിക്കുന്ന ആൾക്കാർ അതിനെ ആയുധമാക്കുന്നുണ്ടെന്നുള്ളതും സത്യമാണ്. BJP ആണ് പ്രതിമ വരണം, പ്രതിമ സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. BJP അടക്കമുള്ള ഹിന്ദു സംഘപരിവാർ സംഘടനകളാണ്. അതിനകത്ത് ഹിന്ദു സംഘടനകളും അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കണം, ഭാഷാസ്നേഹികളും അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കണം എന്നാവശ്യപ്പെടുന്നു. അപ്പോൾ ഇതിനെ ആരാണോ എതിർക്കുന്നത് ആ എതിർപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം കളിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ കളി നല്ലതല്ല, തുഞ്ചൻ പറമ്പിന് നല്ലതല്ല. BJPക്ക് അത് ഗുണവും ദോഷവും ചെയ്തേക്കാം. തീർച്ചയായിട്ടും. എന്തായാലും BJP പ്രവർത്തകർക്കും സംഘപരിവാർ പ്രവർത്തകർക്കും സന്ദീപിൻ്റെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി സന്ദീപിൻ്റെ ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളാവാതിരിക്കുന്നില്ല. ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. വരും ദിവസങ്ങളിൽ ഇവർ തന്നെ അതിനുള്ള മറുപടികൾ തരും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇത് സന്ദീപിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി കൊടുക്കാതിരിക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് പൊതുജനങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് പൊതുജന സമക്ഷമാണ് സന്ദീപ് ഈ ചോദ്യങ്ങൾ വച്ചിരിക്കുന്നത്. അതിന് BJP ഉചിതമായ മറുപടി കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഈ പ്രതിമ സ്ഥാപിക്കാൻ പറ്റാതെ പോയത്, ഈ 3 വർഷമായിട്ട് ഇതിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, എത്ര യോഗം ചേർന്നു, ഇതിനകത്ത് പണം പിരിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൽ എത്ര കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ BJP പുറത്തുവിടേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ പോസ്റ്റിനെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് തന്നെ കണ്ട്, ഒരു രാഷ്ട്രീയ എതിരാളിയുടെ പോസ്റ്റായിട്ട് കണ്ട് തന്നെ BJP മറുപടി പറയേണ്ടതാണ്. മറുപടി പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന ആപ്തവാക്യം ഇവിടെ ശരിയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് BJP നേതാക്കൾ വളരെ കൃത്യമായിട്ട് ഇതിന് മറുപടി പറയും എന്നാണ് എൻ്റെ പ്രതീക്ഷ.